നമ്മൾ ബിസിനസ്സിൽ എസ്പെഷ്യലി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ള അറിയോ? എനിക്ക് ഡാറ്റ നോക്കാൻ സമയമില്ല എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്നുള്ളതല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അതിന് റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ എക്സ്പെൻസ് ചെയ്യുന്നത്. അതായത് നിലവിലുള്ള സെയിൽ കൂട്ടുക, നിലവിലുള്ള പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, നിലവിലുള്ള മെഷീനറീസ്, ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ ഒപ്റ്റിമൽ യൂസ് വരാൻ വേണ്ടിയിട്ട് ഇനഫായിട്ടുള്ള വർക്ക് കയറണം. ഇങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ്സിലുള്ള ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസിലേക്ക് മാറ്റുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള റിട്ടേൺ ആ ബിസിനസ്സിന് വരുന്നുണ്ടോ ഫിനാൻഷ്യലി എന്നുള്ളത് നോക്കാനാണ് ശരിക്കും ഡാറ്റാസ് നോക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും അതൊരു ബോറിങ് പരിപാടിയായിട്ടും അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമായിട്ടും, ഇനിയിപ്പോൾ അതൊക്കെ നോക്കണോ, നിങ്ങൾ ചെയ്തോടി, നിങ്ങൾ റിസൾട്ട് തന്നാൽ മതി, ബാക്കിയൊന്നും എനിക്കറിയണ്ട എന്നുള്ള രീതിയിലൊക്കെ മാർക്കറ്റിംഗ് ഏജൻസീസിനെ ഏൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെന്നെ ഇൻഹൗസ് ടീമിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഡാറ്റ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റഡ് അല്ലാത്ത രീതിയിലേക്ക് വെക്കും. പക്ഷേ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. അങ്ങനെ ആ രീതിയിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, റിട്ടേൺ ഇല്ലാത്ത അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോകുന്നുണ്ടാവാം. നമ്മൾ ഡേ 1 തൊട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഏത് കോലത്തിലാണ് നമ്മൾ പോകുന്നത്. മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി വേണം. ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആവണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ അത് സ്ട്രാറ്റജിൻ്റെ ഭാഗമായിരിക്കും. ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 മാസത്തിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് ഒരു കസ്റ്റമർ അക്വയറുള്ള കോസ്റ്റ് ഇത്രയും കുറക്കും, നമ്മൾ ഇന്ന സ്ട്രാറ്റജീസ് വെക്കുക. അപ്പോൾ അത് എവിടം വരെ എത്തി, ഒരു 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ വീക്കിലി ഡെയിലി ഒക്കെ നമ്മൾ റിപ്പോർട്ടിലൂടെ അത് ഉറപ്പ് വരുത്താനുള്ള ശ്രമം നടത്തണം. അത് നല്ല രീതിയിലല്ല പോണെന്ന് വെച്ചെങ്കിൽ അത് ഹാഫ് വേയിൽ നമുക്ക് നിർത്തിയിട്ട് വേറെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം ഉദിക്കുന്നില്ല. ആ ഫൗണ്ടർ പറയുകയാണ് എനിക്ക് ഡാറ്റ നോക്കാൻ സമയമില്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡയലോഗാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡാറ്റ സെൻട്രിക് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ നമുക്ക് കഴിയണം.